മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ് നാട്. തിരുവനന്തപുരം നെട്ടത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇന്ന് രാവിലെ 10:30 മണി വരെ പൊതുദർശനം ഉണ്ടാകും. അല്പസമയത്തിനകം പൊതുദർശനം അവസാനിക്കും. തുടർന്ന് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പൊതുദർശനം ഉണ്ടാകും. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിയോടെ ഔദ്യോഗിക ബഹുമതികളുമായി ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കും. തെന്നലയുടെ നെട്ടയത്തെ വീട്ടിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, വിവരങ്ങൾ. എസ്കെൻ, പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 7 മണി മുതൽ തന്നെ ഇന്നലെ രാത്രി മുതൽ ഇവിടെയായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നതെങ്കിലും ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും പ്രദേശവാസികളും അടങ്ങുന്ന നിരവധി പേർ അവസാനമായി തെന്നല ബാലകൃഷ്ണപിള്ളയെ ഒരു നോക്ക് കാണാനായി ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ തിരക്ക് തുടരുന്നുണ്ട്. 10:30 വീട്ടിൽ നിന്ന് മൃതദേഹം KPCC ആസ്ഥാനത്തേക്ക് എത്തിക്കുക. ആസ്ഥാനത്തെത്തിച്ച് അവിടെയായിരിക്കും മുഖ്യമന്ത്രി നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിക്കുക. അതിനുശേഷം നേരെ അയ്യപ്പ സേവാ സംഘം ഓഫീസിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം 1:30 ശാന്തി കവാടത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം ഈ ഔദ്യോഗിക വീട്ടിൽ തന്നെയുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ 2:30 കോൺഗ്രസിൻ്റെ തന്നെ അനുശോചന പരിപാടി 2:30 KPCCയിൽ നടക്കും. പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ള എല്ലാവരും ഇപ്പോൾ വീട്ടിലുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ വീട്ടിൽ എത്തി അകത്ത് അന്തിമോപചാരം അർപ്പിച്ച ശേഷം പുറത്ത് ഇരിക്കുകയാണ്. KPCC അധ്യക്ഷനുണ്ട്. ഒപ്പം MP-മാരായ കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വീട്ടിലുണ്ട്. ഇതിനുശേഷം ഇവിടെ നിന്ന്, അതായത് അകത്ത് ഇപ്പോൾ മതപരമായ ചില ചടങ്ങുകൾ കൂടി നടക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷമായിരിക്കും ഇവിടെ നിന്ന് 10:30 തിരിക്കുക. എന്തായാലും PCC സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നികത്താനാകാത്ത നഷ്ടം തന്നെയാണ് തെന്നല ബാലകൃഷ്ണപിള്ള എന്ന മുതിർന്ന നേതാവിൻ്റെ വിയോഗം. അദ്ദേഹം ഈ ഓരോ ഘട്ടത്തിലും വിവിധ ഘട്ടങ്ങളിൽ പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം ഒരു ഇളം തെന്നലായി അദ്ദേഹത്തിൻ്റെ ഒരു സാന്ത്വനം പാർട്ടിക്ക് ലഭിച്ചിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം പാർട്ടി ഒരു ഭിന്നതയിലേക്ക് പോകുമ്പോഴെല്ലാം ആ ഒരു ഇടനില എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ എപ്പോഴും കോൺഗ്രസിന് ഒരു പുതുജീവൻ നൽകി മുന്നോട്ട് പോയിരുന്നു. എന്തായാലും ആ ഒരു ശക്തി, അല്ലെങ്കിൽ ആ ഒരു പിതൃവാത്സല്യമാണ് ഈ ഒരു വിയോഗത്തിലൂടെ കോൺഗ്രസ് നേതാക്കൾക്ക് നഷ്ടമാകുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ 25 വർഷമായി ഈ നെട്ടയത്തെ യമുന നഗറിലുള്ള ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വീട്ടിൽ അദ്ദേഹം KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ശേഷം ഇവിടെ എത്തിയ ശേഷം ഈ പ്രദേശവാസികളുമായെല്ലാം വളരെ നല്ല സൗഹൃദത്തിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രാവിലെ മുതൽ ഈ പ്രദേശവാസികൾ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഈ നിരവധി പേർ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ എത്തിയത്. പ്രതിപക്ഷ നേതാവ് നമ്മുടെ എങ്ങനെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ അറിയാം, KPCC കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. എങ്കിലും അദ്ദേഹത്തെ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? അദ്ദേഹം ഞങ്ങളുടെ തറവാട്ടിലെ കാരണവരാണ്. എല്ലാവർക്കും, എല്ലാ തലമുറയിലും പെട്ടവർക്ക് പക്വതയോടുകൂടി, സൗമ്യതയോടുകൂടി എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്യുന്ന, അവസാന വാക്കായി അദ്ദേഹം എന്തു പറഞ്ഞാലും ബാക്കി എല്ലാവരും കേൾക്കുന്ന ഒരാളായിരുന്നു. വേറെ ഒരു ലാഭനഷ്ടങ്ങളുടെ കണക്കൊന്നും നോക്കാതെ പൂർണ്ണമായ ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള ഒരാൾ, എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരാൾ. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ എല്ലാം നമ്മളെല്ലാം ആദ്യം പോയി കാണുന്ന അദ്ദേഹത്തെയാണ്. അപ്പോൾ അതിനു മുമ്പും എല്ലാ വാത്സല്യവും തന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കൂടുതൽ സ്നേഹത്തോടു കൂടി പറയും. നമ്മൾ ഫോണിൽ വിളിക്കും, അപ്പോൾ പറയും, കാര്യങ്ങളെല്ലാം പറയും. ഒരു ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ സംസാരിക്കുകയില്ല. പക്ഷേ വളരെ ഭംഗിയായിട്ട് നമുക്കിപ്പോൾ ഒരു തെറ്റ് പറ്റിയാൽ അത് തെറ്റായിരുന്നു എന്ന് നമ്മളെ ഒരു വിഷമിപ്പിക്കാതെ നമ്മളോട് പറഞ്ഞുതരും. എനിക്ക് പോലും അറിയില്ല അങ്ങനെ വേറൊരാളോട് പറയാൻ. നമുക്കൊരു തെറ്റ് പറ്റിയാൽ നമ്മളെ വിഷമിപ്പിക്കാതെ നമ്മളോട് പറയും. അതിനൊരു പ്രത്യേകമായ രീതിയുണ്ട്. പിന്നെ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിനോടൊരു ആദരവും ബഹുമാനവും എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായി നിന്ന കാലം മുതൽ അദ്ദേഹത്തെ അറിയുന്നവരാണ്. KPCC പ്രസിഡൻ്റൊക്കെ ആയപ്പോൾ കൂടുതൽ അടുത്ത് ഇടപെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഓർമ്മയാണ്. ഒരു കാരണവസ്ഥാനമാണ്. പിതൃ തുല്യനായിട്ടുള്ള ഒരാളായിട്ടാണ് എല്ലാ തലമുറയിലും പെട്ട ആളുകൾ കാണുന്നത്. എന്തായാലും മുൻ KPCC അധ്യക്ഷനുണ്ട്, ഇപ്പോഴത്തെ KPCC അധ്യക്ഷനുണ്ട്. ഇപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ താങ്കളാണ് 2ാം തവണ KPCC അധ്യക്ഷ സ്ഥാനം അദ്ദേഹത്തിൽ നിന്ന് ഏറ്റെടുത്ത് ദീർഘകാലം KPCC അധ്യക്ഷനായി തുടർന്നത്. അദ്ദേഹം ഈ സ്ഥാനം നൽകുമ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും? ഡൽഹിയിൽ വെച്ചാണ് സ്ഥാനത്തെ പറ്റിയുള്ള വിവരങ്ങൾ വരുന്നത്. വളരെ സന്തോഷത്തോടു കൂടി എന്നെ അനുഗ്രഹിച്ചാണ് അദ്ദേഹം വിട്ടത്. തീർച്ചയായിട്ടും അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്ന കാലഘട്ടം
കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമാധാന കാലഘട്ടമായിരുന്നു. എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോയി. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്ന, ഗ്രൂപ്പിസം നിലനിന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ടായിരുന്നു. തെല്ലസാർ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ പ്രാവായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എവിടെ തർക്കമുണ്ടെങ്കിലും അദ്ദേഹത്തെ അതിനെ ചുമതലപ്പെടുത്തുക. പലപ്പോഴും ഈ സംഘടനാപരമായ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വീകാര്യനായ വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. തന്നെയല്ല എന്നോട് ഏറ്റവും വലിയ സ്നേഹവും വാത്സല്യവും എന്നും കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് സോണിയാഗാന്ധി നേരിട്ട് അദ്ദേഹത്തെ നിയമിച്ചതാണ്. കാരണം അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയ സന്ദർഭത്തിൽ മറ്റ് പലരുടെയും പേരുണ്ടായിരുന്നു, ഞാൻ പേര് പറയുന്നില്ല, ഉണ്ടായിരുന്നെങ്കിലും തെല്ലസാറിനെ സോണിയാഗാന്ധി നേരിട്ട് അപ്പോയിന്റ് ചെയ്തതാണ്. അന്ന് ഞാൻ KPCC പ്രസിഡന്റാണ്, എന്നോടാണ് നേരിട്ടത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി മഹത്വങ്ങൾ നിറഞ്ഞൊരു നേതാവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡന്റ് മുതൽ KPCC പ്രസിഡന്റ് വരെയുള്ള സ്ഥാനങ്ങൾ വഹിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തിയ ഞങ്ങളുടെ എല്ലാം ഒരു ഗുരുതുല്യനായ നേതാവാണ്. KPCC അധ്യക്ഷൻ ചേരുന്നത് തെന്നല ബാലകൃഷ്ണൻ സാറിൻ്റെ എന്തെങ്കിലും പ്രവർത്തന ശൈലിയെല്ലാം പിന്തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹത്തെ പിന്തുടരാൻ എല്ലാ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എനിക്കും അദ്ദേഹത്തെ പോലെ ആകണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ കോൺഗ്രസ്സിലെ ഏറ്റവും സൗമ്യ സാന്നിധ്യം, നിറപുഞ്ചിരിയോടെ എല്ലാവർക്കും സ്വീകാര്യനായ വ്യക്തി, ലാളിത്യം, വിനയം, എന്നാൽ നിശ്ചയദാർഢ്യം, ആദർശനിഷ്ഠ, ഇതിനേക്കാൾ എല്ലാം ഉപരി നിസ്വാർത്ഥത അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുഖമുദ്രയാണ്. സ്വന്തം വീട് പറമ്പ് പാർട്ടി ആവശ്യങ്ങൾക്ക് വിറ്റ് ആ പണം ചെലവഴിച്ച തെന്നല സാറ് കേരളത്തിലെ കോൺഗ്രസ്സിന് മാത്രമല്ല മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകർക്കും മാതൃകയാണ്. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകമാണ്. SKN ഇവിടെ നിന്ന് 10:30 ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിലാപയാത്രയായിട്ടായിരിക്കും KPCC ആസ്ഥാനത്തേക്ക് എത്തുക. 1:30 പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുള്ള സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം 2:30 KPCCയിൽ അനുസ്മരണ ചടങ്ങുകളും സംഘടിപ്പിക്കുന്നുണ്ട്. SKN.